സം ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഹിസ്റ്ററി. അവരുടെ ഏറ്റവും വലിയ ഗെയിൻസ് ഒക്കെ ഉണ്ടാക്കിയത് ശരിക്കും ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻസിനാണ്. അത് നമ്മൾ ഒട്ടും വിചാരിക്കില്ല ഇത്രയും ഗെയിൻസ് ഒക്കെ അവർ അതിൽ നിന്ന് ഉണ്ടാക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ and this chapter 11, 12, 13 of Psychology of Money, which is rational versus reasonable, surprise, room for error. നിങ്ങൾ സപ്പോസ് ഇപ്പം ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾക്കൊരു ബ്രിഡ്ജ് പണിയാണ്. ആ ബ്രിഡ്ജ് പണിയാനുള്ള കണ്ടീഷൻ പറയണത് എന്താണെന്ന് വെച്ചാൽ 1000 pounds ലിഫ്റ്റ് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. അപ്പം നിങ്ങൾ ഒരിക്കലും കറക്റ്റ് 1000 pounds ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ നിങ്ങൾ ബ്രിഡ്ജ് പണിയത്. ഇൻസ്റ്റെഡ് 5000 pounds ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. കാരണം എന്താണ്, ചിലപ്പോൾ ഈ വണ്ടികളിലൊക്കെ ചിലപ്പോൾ വല്ല ഗുഡ്സ് ഉണ്ടാവാം, കാറിൽ ലഗേജസ് ഉണ്ടാവാം. ഈ കാറ്റ്, സ്റ്റോംസ് ഇതെല്ലാം വരുമ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു സേഫ്റ്റി നെറ്റ്, അതിനാണ് നമ്മൾ പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി. അത് നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിനാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് മാറ്റി വെക്കണം. ജസ്റ്റ് ഇൻ കേസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവന്റ്സ്, നമ്മുടെ എന്തെങ്കിലും ഒരു കഷ്ടകാലം വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളൊരു എമർജൻസി ഫണ്ട് മാറ്റി വെക്കണം. അതിനാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മോർഗൻ ഹസൽ പറയുന്നതാണ്, വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് സർപ്രൈസസ്. നമ്മ ഈ ജീവിക്കുന്ന ഈ ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ലതാണെങ്കിലും ചെയ്തതാണെങ്കിലും ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ജസ്റ്റ് ലൈക്ക് 2008 മാർക്കറ്റ് ക്രാഷ്, അത് ആർക്കും ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്ന് കുറേ പേരുടെ പൈസ പോയി നഷ്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗെയിനും ബിഗ്ഗസ്റ്റ് ലോസും ഇറ്റ് ഓൾ കംസ് ഫ്രം ദ അൺപ്രഡിക്റ്റബിൾ ഇവൻറ്റ്സ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്നായിരിക്കും ഏറ്റവും വലിയ ഗെയിൻസും ഏറ്റവും വലിയ ലോസും നമുക്ക് കിട്ടാൻ പോണത്. സോ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ എമർജൻസി ഫണ്ടും ഡൈവേഴ്സിഫൈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ കഷ്ടകാലം വരുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ടൈം ആൻഡ് മണി സ്പെൻഡ് ചെയ്യണത് റീസണബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുക, റാഷണൽ ആയിട്ടല്ല. റാഷണൽ ആസ് ഇൻ ലോജിക്കലി ചിന്തിച്ചിട്ടല്ല സ്പെൻഡ് ചെയ്യേണ്ടത്, റീസണബിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മുടെ സമാധാനത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് മാറ്റി വെക്കുന്നതാണ് ഈ സേവിങ്സ് എന്ന് പറയുന്ന ഫണ്ട്. അത് ഭാവിയിൽ ചിലപ്പോ നമുക്കൊരു ബേർഡനായി മാറും. എങ്ങനെയാണെന്നല്ലേ, അതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ബിഗ്ഗസ്റ്റ് മണി സേവിംഗ് മിസ്റ്റേക്ക് ദാറ്റ് ഓൾമോസ്റ്റ് everyone does. So until then, I'm building something bigger. Stick around. Assalamu alaikum.